പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. മറ്റൊരു കുട്ടി പ്രസവത്തോടെ മരിച്ചുവെന്ന് അമ്മയുടെ മൊഴി. അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയേറിയത് നാടകീയ സംഭവങ്ങൾ. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് മദ്യലഹരിയിൽ. ശാസ്ത്രീയ രീതിയിൽ അന്വേഷണം തുടർന്ന് പോലീസ്. ചേലക്കരയിലും കൊരട്ടിക്കരയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. ചേലക്കോട് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ യുവാവും കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കനുമാണ് മരിച്ചത്. മുണ്ടൂരിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. തൃശൂർ കോവിലകത്തുംപാടത്ത് റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്കും ഗുരുതര പരിക്ക്. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് നേരെ ആക്രമണം. ആക്രമിച്ചത് വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന്. സംഭവത്തിൽ കാർ ഡ്രൈവർ കസ്റ്റഡിയിൽ. ഗുരുവായൂരിൽ 40 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിൽ. തൊഴിയൂർ സ്വദേശി മുബഷിറിനെയാണ് ചാവക്കട എസ് സംഘം പിടികൂടിയത്. കേസന്വേഷണത്തിനുമായി അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. അവിവാഹിതരായ യുവതിയും യുവാവും കസ്റ്റഡിയിൽ. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ നൂലുവള്ളി സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ആമ്പല്ലൂർ സ്വദേശി ബവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ബവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി. ബവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ എടുത്ത് സൂക്ഷിച്ചത് ബവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷയും വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ബവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. നാടകീയ സംഭവങ്ങളാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി മദ്യലഹരിയിലാണ് യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. കയ്യിൽ ബാഗുമായി ഒരു യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോൾ പോലീസുകാർക്ക് ആദ്യം അസ്വാഭാവികത തോന്നിയില്ല. പേര് ബവിൻ എന്നാണെന്നും ബാഗിൽ നവജാത ശിശുക്കളുടെ അസ്ഥിയാണെന്നും പറഞ്ഞപ്പോൾ സ്റ്റേഷനിലുള്ളവർ ഞെട്ടി. യുവാവ് മദ്യലഹരിയിലായതിനാൽ വിശദ പരിശോധനയ്ക്കായി പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. പിന്നീടാണ് സംഭവങ്ങളുടെ ചുരുൾ അഴിഞ്ഞത്. ശനിയാഴ്ച രാത്രിയിൽ കാമുകിയായ അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആയിരുന്നതാണ് ബവിന് പ്രകോപനമായത്. മദ്യലഹരിയിലായിരുന്ന ബവിൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അസ്ഥി ബാഗിലാക്കി സ്റ്റേഷനിലെത്തുകയായിരുന്നു. ബവിന്റെ മൊഴിയുടെ നിജസ്ഥിതി അറിയാൻ പോലീസ് ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധരുടെ സഹായം തേടി. തുടർന്ന് അസ്ഥികൾ 2 കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. മരിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടേതാണെന്ന് ഇരുവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും അസ്ഥിയുടെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അനീഷയുടെ 2 പ്രസവങ്ങളെക്കുറിച്ചും വീട്ടുകാർക്ക് അറിവുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. TCV, പുതുക്കാട്. ചേലക്കര ചേലക്കോട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെങ്ങാനല്ലൂർ സ്വദേശി 28 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. ആശുപത്രിയിൽ കഴിയുന്ന സഹപ്രവർത്തകനെ കാണാൻ സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു അപകടം. നാട്ടുകാരും പോലീസും ചേർന്ന് മിഥുനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കൊരട്ടിക്കര ഐഫ ഫർണിച്ചർ ഷോറൂമിന് മുൻപിൽ വെച്ചാണ് അപകടം. പോക്കറ്റ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിച്ച ശശിധരന്റെ ബൈക്കിൽ ചങ്ങരംകുളം ഭാഗത്തു നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ശശിധരനെ കാർ യാത്രക്കാർ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മുണ്ടൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. പാത്രമംഗലം കുറുവന്നൂർ സ്വദേശികളായ അന്തിക്കാട്ട് വീട്ടിൽ ജിനു, ഭാര്യ ആശ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോവിലകത്തുംപാടത്ത് റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോലടി മരിയ ഭവൻ 4th സ്ട്രീറ്റിൽ താമസിക്കുന്ന കൈനത്തറ വീട്ടിൽ തോമസ്, ഭാര്യ ബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. തോമസ് വിയൂർ ജയിലിലെ റിട്ടയർഡ് സൂപ്രണ്ടാണ്. ഇവർ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശികളാണ്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നേരിൽ കണ്ട അശ്വിനി ആശുപത്രിയിലെ ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി. തൃത്താല സ്വദേശി നസറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മഹേഷിനെയാണ് കാറിലെത്തിയ യുവാവ് ആക്രമിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് വൺവേ തെറ്റിച്ച കാറിനെ ഈ സമയം ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടയുകയായിരുന്നു. സംഭവത്തിൽ പ്രകോപിതനായ കാർ ഡ്രൈവർ തൃത്താല സ്വദേശി നസറുദ്ദീൻ പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം വിളിച്ച പ്രതി പോലീസുകാരനെ അടിക്കുകയും റോഡിൽ തള്ളിയിടുകയും ചെയ്തു. മർദ്ദനത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി കാർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ തൊഴിയൂരിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 40 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടി. തൊഴിയൂർ പൊട്ടത്തയിൽ മുബഷിറിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനായി പട്രോളിംഗ് നടത്തുന്നതിനിടെ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെറിയ ബാഗിൽ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെയും സമാന കേസുകൾ ഉണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കന്നുകാലി കച്ചവടത്തിന് മറവിൽ പാലക്കാട് നിന്നാണ് ഇയാൾ MDMA എത്തിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ പറഞ്ഞു. പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. 40 ഗ്രാം MDMA കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 20 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KR രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, KA അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. കേസന്വേഷണത്തിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി. പെരിങ്ങോട്ടുകര ഔട്ട്പോസ്റ്റിലെ വാഹനമാണ് തകർന്ന റോഡിലെ കുഴിയിൽ വീണ് പണിമുടക്കിയത്. ഡ്രൈവർ അടക്കം 3 പോലീസുകാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കേടായ വാഹനം പോലീസുകാർ സമീപത്തെ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിയിട്ടു. തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് മറ്റൊരു വാഹനം എത്തിച്ചാണ് തിരികെ മടങ്ങിയത്. കാലപ്പഴക്കം ചെന്നതിനാൽ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടം തള്ളിയ വാഹനമാണ് പെരിങ്ങോട്ടുകര ഔട്ട്പോസ്റ്റിലേക്ക് നൽകിയതെന്ന ആക്ഷേപമുണ്ട്. ഈ വാഹനം 3 മാസം മുൻപും ഇതേപോലെ കേടുവന്ന് വഴിയിൽ കിടന്നിട്ടുള്ളതായി പറയുന്നു. കുറ്റകൃത്യങ്ങൾ ഒട്ടനവധി നടക്കുന്ന താന്യം, ചാഴൂർ പഞ്ചായത്തുകൾക്ക് ആശ്രയമാണ് പെരിങ്ങോട്ടുകരയിലെ ഔട്ട്പോസ്റ്റ്. പരാതി വിളിച്ചു പറഞ്ഞാൽ വാഹനമില്ലെന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കാറെന്ന ആരോപണമുണ്ട്. ഔട്ട്പോസ്റ്റിലും അന്തിക്കാട് സ്റ്റേഷനിലും വേണ്ടത്ര പോലീസുകാരില്ലാത്തതും വലിയ വിഷയമാണ്. കഴിഞ്ഞ മാസം റവന്യൂ മന്ത്രി K രാജൻ എസ്കോട്ട് പോയ അന്തിക്കാട് SIയുടെ ജീപ്പ് കേടുവന്ന് വഴിയിൽ കിടന്ന് മന്ത്രിയുടെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരുന്നു. പോലീസുകാർ ചേർന്ന് തള്ളിമാറ്റിയാണ് മന്ത്രിക്ക് മുന്നോട്ട് പോകാനായത്. TCV ന്യൂസ്, തൃപ്രയാർ.
കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വ മേഖലയും തകർന്നടിഞ്ഞതായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് ചിറ്റണ്ടയിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖല സമ്പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികൾ ദുരിതമനുഭവിക്കുകയാണ്. ആരോഗ്യമേഖലയുടെ പരാജയം മറച്ചുവെച്ച് PRO വർക്ക് നടത്തി അവാർഡുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിശ്രമം. കൂടുതൽ മദ്യഷാപ്പുകൾക്ക് അനുമതി നൽകി കേരളത്തിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കി പിണറായി വിജയൻ സർക്കാരും CPM-ഉം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുവാനാണ് ശ്രമിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ചിറ്റണ്ട സ്വദേശിനി റിയ റിസ്വാന പെൻസിൽ കൊണ്ടുവരച്ച സന്ദീപ് വാര്യരുടെ ചിത്രം ചടങ്ങിൽ കൈമാറി. UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, PS സുനീഷ്, MK ജോസ്, അജു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു. മരുന്നിന് വേണ്ടി, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി, നൂലിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിരങ്ങേണ്ട ഗതികേടിലാണ് മെഡിക്കൽ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയുടെ ദൃശ്യം പകർത്തിയ ആംബുലൻസ് പ്രവർത്തകർ. മാലിന്യം തള്ളൽ പതിവായിട്ടും അന്തിക്കാട് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ടാങ്കർ ലോറിയിൽ നിന്ന് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത് കണ്ട ഡ്രൈവർ ആംബുലൻസ് തിരിച്ച് ടാങ്കർ ലോറിയുടെ അടുത്തേക്ക് വന്നു. റോഡരികിൽ മാലിന്യം തള്ളുന്ന ലോറിയുടെ ദൃശ്യമെടുക്കുകയായിരുന്നു ലക്ഷ്യം. ആംബുലൻസ് തിരിച്ചു വരുന്നത് കണ്ട് ലോറി പെട്ടെന്ന് മുന്നോട്ടെടുത്ത് തൃശൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോയെങ്കിലും ആംബുലൻസുമായി ഡ്രൈവർ പിന്തുടർന്നു. 3 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ടാങ്കർ ലോറിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്പർ സഹിതം ആംബുലൻസിലെ ഗാർഡ് മൊബൈലിൽ പകർത്തി. വിവരമറിഞ്ഞ് പൊതുപ്രവർത്തകനായ MV അരുൺ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ CP പോൾ, സുനിത ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത തുടങ്ങിയവർ സ്ഥലത്തെത്തി. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ റേഞ്ച് ഐജിക്ക് പരാതി നൽകുമെന്ന് പൊതുപ്രവർത്തകനായ MV അരുൺ പറഞ്ഞു. പെരുമ്പുഴ പാടത്തേക്ക് നിരന്തരം ഇത്തരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളാറുണ്ട്. സെക്രട്ടറി രേഖാമൂലം കത്ത് തന്നെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് അന്തിക്കാട് CI പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇന്നലെ രേഖാമൂലം CIക്ക് നടപടി കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിലുള്ള സെപ്റ്റിക് മാലിന്യം മണലൂർ കോൾപ്പടവിലേക്ക് തള്ളിയത്. പെരുമ്പുഴ വഴി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. പുലർച്ചെ ശുചിമുറി മാലിന്യങ്ങളുമായി എത്തുന്ന ടാങ്കർ ലോറികൾ ഇവ പാടശേഖരത്തിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. അന്വേഷണം നടത്താനോ വേണ്ടവിധം പട്രോളിംഗ് നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. എല്ലാ ദിവസവും ഒരു നേരത്ത് ഇങ്ങനെ വന്ന് മാലിന്യം തള്ളുന്നത് നമുക്ക് പിടിക്കാൻ കഴിയാത്തത് നമ്മുടെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ അന്തിക്കാട് പോലീസിൻ്റെയും കൂടി ഒരു കുറവായിട്ടാണ് കാണുന്നത്. ഇവിടെ പെട്രോളിംഗ് ഇല്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതിയായിട്ട് വരുന്നത്. അപ്പോൾ ശക്തമായിട്ടുള്ള പെട്രോളിങ്ങിലൂടെ ഇങ്ങനെയുള്ള ഈ ഭവിഷ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നും പോലീസിൻ്റെ പെട്രോളിംഗ് ശക്തമാക്കേണ്ടത് ഇതിൻ്റെ ആവശ്യമാണെന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ശക്തമായ മഴയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിൽ തകർന്നു. 20 മീറ്ററോളം നീളമുള്ള മതിലിന് 70 വർഷത്തിലധികം പഴക്കമുണ്ട്. സ്കൂൾ മതിലിനോട് ചേർന്നുള്ള വീട് അപകട ഭീഷണിയിലാണിപ്പോൾ. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വാർഡ് മെമ്പർ ആനി വിനു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്ന് തുടർ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വീടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വില്ലേജിൽ അറിയിച്ചിട്ടുണ്ടെന്ന് PTA പ്രസിഡന്റ് BN വിനു, വൈസ് പ്രസിഡന്റ് VS ശിവാസ്, പ്രധാന അധ്യാപകൻ E ബാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കൊടകരയിൽ കഴിഞ്ഞ ദിവസം കെട്ടിടമിടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സ്ഥലം ബെന്നി ബെഹനാൻ MP സന്ദർശിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ MK ഷൈൻ, VM ആൻഡ്രു, വിനയൻ തൊട്ടാപ്പള്ളി തുടങ്ങിയവർ MPക്കൊപ്പം ഉണ്ടായിരുന്നു.
അപകടാവസ്ഥയിലായ കാരളം ചെമ്മണ്ട ഉന്നതിയിലെ പൊതുകിണർ മൂടണമെന്നാവശ്യമുന്നയിച്ച് BJP സ്ഥലത്ത് ധർണ നടത്തി. ഉന്നതിയിൽ 35ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഉപയോഗശൂന്യമായ കിണർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കിണർ മൂടാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതിവാസികൾ മുകുന്ദപുരം താലൂക്ക് സഭയിൽ പരാതി നൽകിയിരുന്നു. അധികൃതർ ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KK കൃപേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ സാജൻ തച്ചറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ND ധനേഷ്, NB ബോബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണം. ഉടൻ തന്നെ ദേശീയപാത 544 അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുക, നിർമ്മാണ പ്രവൃത്തികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 7-ാം തീയതി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാവിലെ 10 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ളാഷ് മോബ് നടത്തി. ലഹരിവിരുദ്ധ സന്ദേശം നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സീനിയർ CLC ട്രഷറർ ഡെയ്സൺ കൊള്ളന്നൂർ, പഴുവിൽ ഇടവക സീനിയർ CLC പ്രസിഡന്റ് ടെസി പിയൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുതിർന്ന കർഷകൻ സെയ്ദ് മുഹമ്മദ് പതാക ഉയർത്തി. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ട്രഷറർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ അധ്യക്ഷനായി. ചെയർമാൻ PC അബാൽമണി, കൺവീനർ NB ബിജു, MS സിദ്ധൻ, PT ജോസഫ്, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിൽ ചിത്രകഥയിലെ ചിരഞ്ജീവികൾ എന്ന ലഹരിവിരുദ്ധ നാടകം അരങ്ങേറി. ടീൻ ഇന്ത്യ മലർവാടി ക്ലബിന്റെ നേതൃത്വത്തിൽ കലവറ ചിൽഡ്രൻസ് തിയേറ്ററാണ് നാടകം അവതരിപ്പിച്ചത്. വായനയാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശമാണ് നാടകം നൽകുന്നത്. വൈസ് പ്രിൻസിപ്പൽ MA ഹമീൻ, സാമൂഹ്യശാസ്ത്ര വിഭാഗം മേധാവി P പങ്കജം, സ്കൂൾ മാനേജർ സദറുദ്ദീൻ കാരക്കുന്ന് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാടൂർ പഞ്ചായത്ത് 15-ാം വാർഡിലെ സൊസൈറ്റി വേലുമാൻപടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP ചാടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ BJP ചാടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവൻ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ ഉദ്ഘാടനം ചെയ്തു. രജിത് രാജൻ, നിമിൽ കോഴിപ്പറമ്പിൽ, സുശാന്ത് അയനിക്കുന്നത്ത്, നിഖിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് ചാഴൂർ പഞ്ചായത്തിൽ മാത്രം നടക്കുന്ന ഒരു ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റുള്ള കനത്ത മഴയിൽ പഴയന്നൂർ തെക്കേത്തറയിൽ വീട് തകർന്നു. ചാമക്കുന്ന് വീട്ടിൽ ചെന്നിയുടെ വീടാണ് തകർന്നത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഓടുമെഞ്ഞ വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തിൽ നിലംപൊത്തുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ സംഭവസ്ഥലം സന്ദർശിച്ചു. തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ 22-ാം തീയതി ആരംഭിക്കും. പൂജവെപ്പ്, വിദ്യാരംഭം, രാമായണം ക്യൂസ്, അഖില കേരള അക്ഷരശ്ലോക മത്സരം, സംഗീതോത്സവം എന്നിവ നടക്കും. ഭരണസമിതി യോഗത്തിൽ VA ഹരിദാസ്, ദേവസ്വം സെക്രട്ടറി AA കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി, കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തിപ്പിലിശ്ശേരി സെന്ററിന് സമീപം റോഡ് തുടങ്ങുന്നിടത്ത് വലിയ വെള്ളക്കെട്ടാണുള്ളത്. ശക്തമായ മഴയുള്ള സമയത്ത് ALP സ്കൂളിലേക്കുള്ള കുട്ടികൾ മുട്ടോളം വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. പള്ളിക്കുളം വരെ 2 കിലോമീറ്ററോളം ഇതേ സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള കോടതിപ്പടി, മുല്ലപ്പള്ളിക്കുന്ന് റോഡും തകർന്നു. അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് പുതുക്കി പണിതപ്പോൾ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് കോടതിപ്പടി റോഡിലേക്കാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതുകൊണ്ടുള്ള കുഴികൾ വേറെയും. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഫലമുണ്ടായില്ല.
മഴക്കാലം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ റോഡുകൾ പുതുക്കിപ്പണിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നാട്ടുകാരുടെ യാത്രാദുരിതം തുടരും. TCV കുന്നംകുളം. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മലയോരത്തെ മഴക്കാഴ്ചകൾക്ക് നിറച്ചാർത്തു പകർന്ന് പതഞ്ഞൊഴുകുന്ന ചെറുവെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുകയാണ്. മഴമേഘങ്ങൾക്ക് കീഴെ പച്ചപുതച്ചുറങ്ങുന്ന കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള മുട്ടത്തുകുളങ്ങരയിലാണ് ചെറുവെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കുളിരുള്ള അനുഭൂതി നിറയ്ക്കുന്നത്. പാറക്കെട്ടിലൂടെ വെള്ളിച്ചില്ല് വിതറി പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയാണ് ഇവിടെ വശ്യമനോഹാരിത തീർക്കുന്നത്. കോടശ്ശേരി മലയിലെ നാഗത്താൻ പാറയ്ക്ക് സമീപത്തു നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവയാണ് താഴ്വാരത്തെ റബ്ബർ തോട്ടത്തിലുള്ള പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകി ദൃശ്യവിരുന്നായി മാറുന്നത്. മഴക്കാലത്ത് മാത്രം ശക്തിപ്പെടുകയും മഴ ദുർബലമാകുമ്പോൾ നേർത്തില്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ ചെറുവെള്ളച്ചാട്ടം. പരിസരത്ത് മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു നിൽക്കുന്നതിനാൽ ഹരിതാപമാണ് ഇവിടം. വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദൂരദിക്കുകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ് കൊടകര. വീങ്ങടങ്ങ് പഞ്ചായത്ത് 13-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, PK ഒമാർ, RV മൊയ്നുദ്ദീൻ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, OT ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് സഹാക്കളെ ചെയ്തെന്ന് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ സാധിക്കുമോ? പാടൂർ വാണിവിലാസം UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സൗഹൃദ സംഗമം നടന്നു. 1992-93 SSLC ബാച്ചിന്റെ നേതൃത്വത്തിലാണ് എന്നും എന്റെ വാണിവിലാസം എന്ന പേരിൽ സംഗമം നടന്നത്. വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിരുന്ന KR പോൾ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും സ്റ്റേജ് ഒഴിവാക്കി വട്ടത്തിലിരുന്നായിരുന്നു സൗഹൃദ സംഗമം ചേർന്നത്. കളിയും ചിരിയും കലാപരിപാടികളുമായി ഒരു പകൽ ഒത്തുകൂടിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെയാണ് പിരിഞ്ഞുപോയത്. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടന്നു. മുനയ്ക്കക്കടവ് CPO KN നിധിൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ കുട്ടികൾ ലഹരിവിരുദ്ധ സംഗീത ശില്പം അവതരിപ്പിച്ചു. SSLC LSS വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. സിജി ലിജോ പ്രസിഡന്റായി പുതിയ PTA കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക പ്രിൻസി PP, സിമി ജോസ്, പോൾ, പ്രിൻസിപ്പൽ ജാസ്മിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ ഈ ന്യൂസ് കാണാൻ ആരും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്നത്തെ ന്യൂസിൽ നോക്കിയാൽ അറിയാം പണ്ടത്തില് പാവറട്ടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും നൽകി. 1,80,000 രൂപ ചെലവഴിച്ചാണ് 3 പേർക്ക് വഞ്ചിയും വലയും വിതരണം ചെയ്തത്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ഫിഷറീസ് ഓഫീസർ ടോണി ജോസഫ്, ജനപ്രതിനിധികളായ TK സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, സിബി ജോൺസൺ, സിൽജി ജോജു, P സുധ, K ദ്രൗപദി തുടങ്ങിയവർ സംസാരിച്ചു. CITU നേതൃത്വത്തിലുള്ള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MT മണികണ്ഠൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുനിൽ വടക്കേക്കാട്, രാജൻ ഗുരുവായൂർ, മല്ലിക പുന്നൂർക്കുളം, ലോട്ടറി ക്ഷേമ ബോർഡ് അംഗം TB ദയാനന്ദൻ, ജെയിംസ് അളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണവും അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗം നടത്താൻ വേണ്ടി പോകുന്ന അത്യുജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പാവറട്ടിയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. NV ഷോയി അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി BG സുബ്രഹ്മണ്യൻ, ജാഥ ക്യാപ്റ്റൻ സാംസൺ ചിരിയങ്കണ്ടത്ത്, KR സുമേഷ്, ബാസ്റ്റ്യൻ താണിക്കൽ, CP രാജു, തോമസ് ചെമ്മണ്ണൂർ, K ദ്രൗപദി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ പറഞ്ഞു. NSS ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ, യൂണിയൻ സെക്രട്ടറി MK പ്രസാദ്, T ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ B അച്യുതൻകുട്ടി, ഗോപി മനയത്ത്, ബിന്ദു നാരായണൻ, രേണുകാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
UAE ഈസ്റ്റ് പുത്തഞ്ചിറ വെൽഫെയർ അസോസിയേഷനും പിൻഡാണി മഹല്ല് കമ്മിറ്റിയും സംയുക്തമായി ലഹരിവിരുദ്ധ അവബോധ സദസ്സ് സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് അമീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് PM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, മഹല്ല് വൈസ് പ്രസിഡന്റ് AA അഷ്റഫ്, TK സലീം, നിസാർ പുത്തഞ്ചിറ, AK അലി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സേവാഞ്ജലി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ DGP ജേക്കബ് തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ M ലക്ഷ്മികുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. RSS ഖണ്ഡ് സംഘചാലക് OA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വാസുദേവ് പണിക്കർ, മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ, സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ, സെക്രട്ടറി OP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മുല്ലത്തറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് A വേലായുധൻ, അസോസിയേഷൻ ഭാരവാഹികളായ R രവികുമാർ, KK ഗോവിന്ദദാസ്, ശ്രുതി വിനോദ്, ബബിത ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ TK ഗംഗാധരനെ CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആദരിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ പൊന്നാടയണിയിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. പുതുതായി ആരംഭിച്ച അതിരപ്പള്ളി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. അരൂർമുടി അയ്യപ്പക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് G ജോസ് അംഗത്വ വിതരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ നിക്ഷേപ സമാഹരണവും നടത്തി. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വാഴക്കാല, സെക്രട്ടറി VV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ജനപക്ഷ ബദൽ എന്ന നിലയിലാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗുരുവായൂർ K ദാമോദരൻ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരത്തിന് ദിവാകരൻ വിഷ്ണുമംഗലത്തെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ 3-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ MP CN ജയദേവൻ സമ്മാനിക്കും. ചോറ്റുപാഠം എന്ന കവിതാ സമാഹാരമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, TM ലത എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാരത്തിന് അർഹരായ കൃതി തെരഞ്ഞെടുത്തത്. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ പുരസ്കാര ജേതാക്കളെയും ആദരിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, കുളൂർ ദേവസ്വം ഓഫീസർ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രസിഡന്റിനോടൊപ്പം തോളോട് ചേർന്ന് കമ്മിറ്റിയോട് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചടങ്ങ് അധ്യക്ഷ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി അദ്ദേഹത്തിൻ്റെ
ഓട്ടംതുള്ളൽ കലാകാരന്മാർക്കായി മണലൂർ തുള്ളൽ കളരി ഏർപ്പെടുത്തിയ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കരിവള്ളൂർ രത്നകുമാറിനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം അനീഷ് മണ്ണാർക്കാടിനും സമ്മാനിച്ചു. പൈതൃകം കുടുംബ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യ സംഗീത ആർ കുറുപ്പ്, പൈതൃകം നിർവാഹക സമിതി അംഗം കെ സതീഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, മധു കെ നായർ, കെ കെ വേലായുധൻ, വൈശ്രവത്ത് നാരായണൻ നമ്പൂതിരി, കെ മോഹനകൃഷ്ണൻ, എ കെ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓട്ടംതുള്ളൽ അരങ്ങേറ്റവും ഉണ്ടായിരുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ അലർജി കണ്ടുപിടിക്കുന്നതിനുള്ള സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. അലർജി, രക്തപരിശോധന, ശ്വാസകോശ പരിശോധന, കോവിഡാനന്തര രോഗസങ്കീർണതകൾ തുടങ്ങിയ പരിശോധനകളാണ് നടന്നത്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പൂൾദാസ് കിഴക്കേ പീടികയെ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടകൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉപഹാരം സമ്മാനിച്ചു. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടകൻ പുതുക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ റിക്സൺ സോണി, അൻസ മരിയ ജോൺസൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. എ പ്രിൻസ്, നൌഷാദ് കല്ലുപറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ചാലിനി ജോയ്, ബിന്ദു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 4.5 വർഷത്തെ വികസനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ ലക്ഷ്യമിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ക്യാപ്റ്റനും മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. സമാപന യോഗം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുളിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. നഫ്ലാന്റെ മാതാപിതാക്കളായ മുജീബ് മുസ്ലിയാർ, ഭാര്യ സഫിയ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നഫ്ലാൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയെയും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബേലൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. 100-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ് നവീകരണ കലശം നടത്തിയത്. ദേവീഹിതം ആരാഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാരണ യജ്ഞം നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജയും ഭക്തജനങ്ങളുടെ നാമജപ പ്രദക്ഷിണവും നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സൗവർണിക, PV സജീവ് എന്നിവർ നേതൃത്വം നൽകി. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കുടുംബശ്രീ ഗ്രൂപ്പ് അംഗങ്ങളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കുടുംബശ്രീ ഗ്രൂപ്പുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകിയാണ് അനുമോദിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം AV പ്രദീപ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കടവലൂർ പഞ്ചായത്തിലെ കരിക്കാട് വിഷ്ണു ക്ഷേത്രം റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധം നടത്തി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി രംഗത്തിറങ്ങിയത്. അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിൽ നിൽപ്പ് സമരം നടത്തി. പ്രതീഷ് കരിക്കാട്, അനിലൻ, ഷാജി, അജയബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാർക്കിൻസൺസ് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. ശരീരമാസകലം നിർത്താതെയുള്ള വിറയൽ, രോഗം മൂലം കാലുകളുടെ സ്വാധീനവും കുറഞ്ഞു. പരസഹായമില്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വല്ലച്ചിറ കടലാശ്ശേരി സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 57 വയസ്സുള്ള VT ദാസന്റെ നിലവിലെ അവസ്ഥയാണിത്. 2021 ഓട്ടോറിക്ഷ ഡ്രൈവറായ ദാസന് പാർക്കിൻസൺസ് രോഗബാധിതനാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറോടെ അസുഖം മൂർച്ഛിച്ച് ജോലി ചെയ്യാനാകാതെയുമായി. ഇതോടെ ഉപജീവനമാർഗവും നിലച്ചു. പോളിയോ ബാധിതയടക്കം രോഗബാധിതരും അവിവാഹിതരുമായ 2 സഹോദരിമാരും ഭാര്യയും 2 വിദ്യാർത്ഥികളായ മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ദാസൻ. നിലവിൽ ഭാര്യ താര കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന് തലയിൽ ശസ്ത്രക്രിയയാണ് അസുഖത്തിന് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 17,50,000 രൂപ ചെലവ് വരും. നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഈ നിർധന കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനാകാതെ വിഷമവൃത്തിയിലാണ്. ഇപ്പം മരുന്നിലാണ് ആള് കൺട്രോൾ ചെയ്തു പോകുന്നത്. 3 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DBS എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇതിന് ശാശ്വത പരിഹാരം അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. മരുന്ന് കൊണ്ട് നിൽക്കില്ല. ഇനി മരുന്ന് കൺട്രോൾ പോയി കഴിഞ്ഞു. ഇനി ആ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം രൂപ ഏകദേശം ചിലവാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചാൽ നിങ്ങൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് തീരെ പറ്റാത്ത കണ്ടീഷനാണ്. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA രക്ഷാധികാരിയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ചെയർമാനും വാർഡംഗം TK ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ ട്രഷററുമായി ദാസൻ VT ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വടക്കൂട്ട് വീട്ടിൽ ദാസൻ പാർക്കിൻസോണിസം അസുഖത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദാരമതികൾക്ക് 4391814874 എന്ന നമ്പറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറ ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. സൗരോർജ്ജ രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് കേരളം കൈവരിച്ചതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവുവിളക്ക് പ്രഖ്യാപന ചടങ്ങിന്റെ ഉദ്ഘാടനം പാറളം ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാറളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ PWD റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും വെളിച്ച വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജെയിംസ് വി പോൾ, K പ്രമോദ്, വിദ്യാനന്ദൻ, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ H സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ജയകുമാർ പാലക്കൽ, KV ഷാജു, ഷമീറ MM തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരേ സമയം 1-ൽ കൂടുതൽ അപകടങ്ങളാണ് സംഭവിച്ചത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ പോലീസ് എത്തി സംസാരിക്കുന്ന സമയത്താണ് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വീണ്ടും അപകടമുണ്ടായത്. അപകടങ്ങളിൽ ആർക്കും പരിക്കില്ല. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘർഷവും സമാധാനവും വ്യക്തിയിലും സമൂഹത്തിലും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു വിഷയം അവതരിപ്പിച്ചു. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സദാനന്ദൻ കണ്ണൻകാട്ടിൽ, CU ശശീന്ദ്രൻ, KV രാമചന്ദ്രൻ, CI നൌഷാദ്, KC ഹരിദാസ്, വടക്കേടത്ത് പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രത്തിലെ 61ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും തുടക്കമായി. യജ്ഞാചാര്യൻ മിഥുനപ്പള്ളി വാസുദേവ നമ്പൂതിരി, മേൽശാന്തി രാമൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് വത്സല ബാബുരാജ്, സെക്രട്ടറി ചന്ദ്രൻ നമ്പിട്ടിയത്ത്, ദിനേഷ് കുമാർ കരിപ്പേരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജയ
കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പുതിയ മണ്ഡലം ഭാരവാഹികളും വാർഡ് പ്രസിഡന്റുമാർക്കും സ്വീകരണം നൽകി. മുൻ MLA PA മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം ഇൻചാർജ് K നവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര മുട്ടിൽ താജുൽ ഇസ്ലാം യുവജന സംഘത്തിന്റെ 31ാമത് വാർഷികവും താജു സ്വലാത്ത് ദുവാ മജ്ലിസും അന്നദാനവും നടന്നു. സയ്യിദ് ഹുസൈൻ സക്കാഫി അൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വാണിജ്യം. ബിരുദ പഠനം കുറഞ്ഞ ചെലവിൽ എന്ന ആശയവുമായി വഴുക്കുംപാറയിലെ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പത്താം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കോളേജിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ല വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടി 8 ഡിഗ്രി പ്രോഗ്രാമുകളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മുൻനിർത്തി ഡിപ്ലോമ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നടത്തിവരുന്നു. തൃശൂർ പാലക്കാട് നാഷണൽ ഹൈവേയോട് ചേർന്ന് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് കോളേജ് ക്യാമ്പസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടി BTTM, BJMC, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, ഇംഗ്ലീഷ്, കെമിസ്ട്രി കോഴ്സുകളുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായ AICTE അംഗീകാരമുള്ള BBA, BCA എന്നീ ഡിഗ്രി പ്രോഗ്രാമുകളും AI, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്നീ ഡിപ്ലോമ കോഴ്സുകളും നടത്തിവരുന്നു. സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റ്, ടാലി ആൻഡ് GST എന്നീ സ്റ്റഡ് കൗൺസിൽ അംഗീകാരമുള്ള കോഴ്സുകളിലേക്കും ഡിഗ്രി കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് ഫീസ് ഇനത്തിൽ ഇളവ് നൽകുമെന്ന് ശ്രീനാരായണ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. അഡ്മിഷന് ബന്ധപ്പെടേണ്ട നമ്പർ 7902200112, 7902200113, 7902200114, 7902200115. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,447 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. മറ്റൊരു കുട്ടി പ്രസവത്തോടെ മരിച്ചുവെന്ന് അമ്മയുടെ മൊഴി. അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് മദ്യലഹരിയിൽ. ശാസ്ത്രീയ രീതിയിൽ അന്വേഷണം തുടർന്ന് പോലീസ്. ചേലക്കരയിലും കുരട്ടിക്കരയിലും ഉണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. ചേലക്കോട് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ യുവാവും കുരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കനുമാണ് മരിച്ചത്. മുണ്ടൂരിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. തൃശൂർ കോവിലകത്തും പാടത്ത് റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് നേരെ ആക്രമണം. ആക്രമിച്ചത് വൺ വേ തെറ്റിച്ച് ചോദ്യം ചെയ്തതിനെ തുടർന്ന്. സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. ഗുരുവായൂരിൽ 40 ഗ്രാം MDMA യുവാവ് അറസ്റ്റിൽ. തൊഴിയൂർ സ്വദേശി മുബഷീറിനെയാണ് ചാവക്കാട് എക്സൈസ് സംഘം പിടികൂടിയത്. കേസ് അന്വേഷണത്തിനുമായി അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.